ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ലൈവില് ഞാൻ ഇതേപോലെ ഒരു അപ്ഡേഷൻസ് തന്നതാണ്. അപ്പൊ കുറച്ചുപേർക്ക് വീണ്ടും ഡൗട്ട്സ്. ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ. RRB റെയിൽവേ ടീച്ചറിന്റെ PRT, TGT, PGT പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവര് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനം ഉഴപ്പരുത്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. വേക്കൻസികൾ ധാരാളമായിട്ടുണ്ട്. ഏതൊരു ടീച്ചിങ് എക്സാമിനേക്കാളും വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എക്സാം ആണ് ഇതെന്ന് പറയുന്നത്. RRB റെയിൽവേ ടീച്ചറിന്റെ എക്സാം എന്ന് പറയുന്നത് RRBയുടെ മറ്റുള്ള എക്സാമിനെ പോലെ ജനറൽ ആയിട്ടുള്ള എക്സാം ആണ്. അതിലൊരു പ്രത്യേകത ഉള്ളത് 50 മാർക്കിന് നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് സൈക്കോളജിയും പെഡഗോജിയും ഫിലോസഫിയും ഒക്കെ ചേർന്നിട്ടുള്ള പ്രൊഫഷണൽ എബിലിറ്റി. ബാക്കി 50 മാർക്കിന് ജനറൽ സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും തുടങ്ങണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. എപ്പോഴാണ് എക്സാമിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നത്, അതിന്റെ ടോട്ടൽ ആപ്ലിക്കൻസ് എത്രയാണ്, ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നും കൂടി നിങ്ങളുടെ ഞാൻ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ നമ്മളെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്കുകൾ ജനറൽ കാറ്റഗറി മാത്രം നമുക്ക് നോക്കാം. എത്രയായിരിക്കും മുൻപുള്ള എക്സാമിനെ അപേക്ഷിച്ച് ആയിരിക്കും. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, എപ്പോഴായിരിക്കും നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാനത് ക്ലിയർ ആക്കി തരാം. ഒരു ഡൗട്ട്സും ഇല്ലാത്ത രീതിയിൽ ഞാൻ ക്ലിയർ ആക്കി തരാം. തീർച്ചയായിട്ടും എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ, ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലുള്ളവരില്ലാത്തവരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിരിക്കുന്ന എഴുതുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങളെല്ലാം കമന്റ് സെക്ഷനിലൂടെ താഴെയുള്ള നമ്പറിൽ നേരിട്ടോ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇനിയും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും റീഷെഡ്യൂളോട് നാളെ മുതൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഒന്നും കൂടി ഞാൻ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുകയാണ്. ടൈം ടേബിളും കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യമേ ഞാൻ ആ എക്സാമിന്റെ അപ്ഡേഷൻസ് ഒന്ന് പറയാം. എക്സാം ഡേറ്റ് ആദ്യമേ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. നോക്കിക്കോണേ. അതായത് നമ്മുടെ ഇപ്പോൾ റെയിൽവേയുടെ കാറ്റഗറി നമ്പർ 5 ആണ്. അതായത് ജൂൺ 25 കൂടി കാറ്റഗറി നമ്പർ 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 5 കംപ്ലീറ്റ് ആയി. 5 കഴിഞ്ഞു. 5ന്റെ എക്സാം കഴിഞ്ഞു. ഇനി അടുത്ത വരാൻ പോകുന്നത് സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 6/2004 ആണ്. നമ്മുടെ 5/2024 കഴിഞ്ഞു. എക്സാം കഴിഞ്ഞു. ഓക്കെ, ഇനി വരാൻ പോകുന്നത് 6/2024 ആണ്. അത് എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 2025 വരെയാണ്. ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 2025 വരെയാണ്. നോൺ ടെക്നിക്കൽ പോപ്പുലർ അണ്ടർ ഗ്രാജുവേറ്റിന്റെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ എക്സാമിന്റെ ഡേറ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എഴുതാൻ അപ്ലൈ ചെയ്തിരിക്കുന്നവര്, അതായത് സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ 6/2024 നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ള പോസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് കൂടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങളുടെ ഡേറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ പഠിക്കുന്നവര് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുക. ഓക്കെ, ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 8 വരെയാണ്. ഓക്കെ, 6. ഓക്കെ, നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് കാറ്റഗറി എത്രയാണ്? 7 സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ 7/2024 ആണ്. ഓക്കെ, അപ്പൊ 5 കഴിഞ്ഞു. 6ന്റെ ഡേറ്റ് വന്നു. ഇനി 7ന്റെ ഡേറ്റ് വരണം. 6ന്റെ ഡേറ്റ് സെപ്റ്റംബർ 8 വരെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ആ എക്സാം കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് മാത്രമേ ഡേറ്റ് വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ കണക്കാക്കിക്കോളൂ ഏത് സമയത്തായിരിക്കും എക്സാം ഉള്ളതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചു കയറാനുള്ളൊരു സമയമുണ്ട്. കളയരുത്. നല്ലൊരു അവസരമാണ്. നല്ലൊരു വളരെ 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 എന്താ പറയാ, വിശാലമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് കളയാതിരിക്കുക.
പഠിച്ചു തുടങ്ങുക. ഇനി നമ്മുടെ മറ്റു വിഷയങ്ങളിലേക്ക് വരാം. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ടീച്ചർ ലെവൽ എക്സാമിലേക്ക് നോക്കുമ്പോൾ, RRB ടീച്ചറിന്റെ എക്സാമിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഉള്ള സെന്ററുകൾ എന്ന് പറയുന്നത് ബാംഗ്ലൂർ 734 വരെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഭോപ്പാല് 7407 പേര്. ബിലാസ്പൂർ ആണ് ഏറ്റവും കൂടുതൽ 18640 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ബിലാസ്പൂർ. അതുപോലെ തന്നെ ചെന്നൈ 6657 പേര്. ഗോരഖ്പൂർ 3780 പേര്. ഗുവാഹത്തി 8806 പേര്. കൊൽക്കത്ത 9056. മാൾഡ 1561. മുംബൈ 4318. പാറ്റ്ന 3340. പ്രയാഗ്രാജ് 16919. അപ്പൊ പ്രയാഗ്രാജ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞതിന് വ്യത്യസ്തമായ ഓക്കെ അല്ല ബിലാസ്പൂരിനാണ് 16,000, മറ്റത് 18 16,919. ഇത്രയുമാണ് നമ്മുടെ ആപ്ലിക്കൻസുകൾ എന്ന് പറയുന്നത്. ഓരോ സോണിലുമുള്ള ആപ്ലിക്കൻസ് ഇത്രയുമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സെന്ററിലെയും ഓരോ സോണിലെയും RRB സോണിലെയും ഒരു എക്സ്പെക്ടഡ് ചെയ്യുന്ന ഒരു ജനറൽ കട്ട് ഓഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ എടുക്കുകയാണെങ്കിൽ, ബാംഗ്ലൂരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം മീൻസ് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് TGT ജസ്റ്റ് പ്രധാനപ്പെട്ടത് മാത്രമേ നോക്കിയിട്ടു. TGT എന്ന് പറയുന്ന PGT എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം 72 മുതൽ 76 വരെയാണ് ആ ഒരു കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. 72-76 ആണ് കട്ട് ഓഫ്, ഒരു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ്. PRT എന്ന് പറയുന്നത് അവിടെ ആബ്സെന്റ് ആണ്. PRT അവിടെ പോസ്റ്റ് ഇല്ല. ടോട്ടൽ 4 പോസ്റ്റ് ആണ് തോന്നുന്നു അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ 72 മുതൽ 76 വരെയാണ് ബാംഗ്ലൂരിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഹമ്മദാബാദിലേക്ക് വരുമ്പോഴത്തേക്ക് അഹമ്മദാബാദില് വേക്കൻസികളൊന്നും തന്നെ ഇല്ല, 0 ആണ് വേക്കൻസി എന്ന് പറയുന്നത് അഹമ്മദാബാദില്. ഓക്കെ, അതുപോലെ തന്നെ അജ്മീറിൽ വരുമ്പോഴത്തേക്ക് അവിടെയും TGTയോ PGTയോ PRT ഒന്നും വേക്കൻസി ഒന്നും തന്നെ ഇല്ല അജ്മീർ സോണില്. ഓക്കെ, അതുപോലെ തന്നെ ഭോപ്പാലിലേക്ക് വരുമ്പോഴത്തേക്ക് ഭോപ്പാലില് TGT ആൻഡ് PGT ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 32 ആണ്. TGT പ്ലസ് PRT എന്ന് പറയുന്നത് ടോട്ടൽ വേക്കൻസി 32 ആണ്. അതില് നമ്മളെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് 74 മുതൽ 76 വരെയുള്ള ഒരു കട്ട് ഓഫ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്തത് ഭുവനേശ്വറിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെയും വേക്കൻസികളൊന്നും തന്നെ ഇല്ല, നോ വേക്കൻസി ആണ്. ഓക്കെ, ഭുവനേശ്വറില്. നെക്സ്റ്റ് ബിലാസ്പൂരിലേക്ക് വരുമ്പോഴത്തേക്ക് ബിലാസ്പൂരിൽ TGT പ്ലസ് PGT എന്ന് പറയുന്നത് TGT പ്ലസ് PRT എല്ലാം PGT എല്ലാം കൂട്ടി 133 വേക്കൻസിയാണ് നിലവിലുള്ളത്. അവിടെ നമുക്ക് PRTയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എക്സെപ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 70 ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. 53ഓളം വേക്കൻസികൾ ഉണ്ട് PRTയിൽ. ഇനി TGTയിലേക്ക് വരുമ്പോൾ TGT ആൻഡ് PGTയിലേക്ക് വരുമ്പോഴത്തേക്ക് 83 വേക്കൻസി, കട്ട് ഓഫ് ഒരു 67 to 74 ആണ് ബിലാസ്പൂരിലെ ജനറലിന്റെ കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ജനറൽ കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത ചെന്നൈയിലേക്ക് ഒരുപാട് പേര്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന ചെന്നൈയിലേക്കാണ്. ചെന്നൈയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നിലവില് TGT ആൻഡ് PRT ആൻഡ് PGTയുടെ വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ 46 വേക്കൻസി ആണ്. 46 ആണ്. പ്രതീക്ഷിക്കാവുന്ന PRTയുടെ കട്ട് ഓഫ് 72 ആണ്, 9 വേക്കൻസികളുണ്ട്. അതുപോലെ TGT ആൻഡ് PGT 37 വേക്കൻസി ആണ്. നിലവിലുള്ള ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 67 to 74 ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, 74 ആണ് ചെന്നൈയിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ ഗോരഖ്പൂരിലേക്ക് വരുമ്പോഴത്തേക്ക് ഗോരഖ്പൂരിലെ ടോട്ടൽ വേക്കൻസി TGT ആൻഡ് PGT എന്ന് പറയുന്നത് 28 വേക്കൻസി ആണ്. PRT ഇല്ല. ടോട്ടലി TGT ആൻഡ് PGT 28 ആണ്. 69 to 77 ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. അടുത്തത് ഗുവാഹത്തിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഗുവാഹത്തിയില് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 161 ആണ്. 161 വേക്കൻസി ഉണ്ട്. പ്രൈമറി PRT എന്ന് പറയുന്നത് ഇല്ല. PRTയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് PRTയിലേക്ക് വരുമ്പോഴത്തേക്ക്
നമുക്ക് 35ഓളം വേക്കൻസിയാണുള്ളത്. 35 വേക്കൻസിയാണുള്ളത്. ഓക്കെ, അവിടെ വരുന്നത് 69, 71 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ആയിട്ടാണ് PRT-യിലേക്ക് വരുന്നത്. PRT എന്ന് പറയുന്ന കട്ട് ഓഫിലേക്ക് വരുന്നത് ഗുവാഹത്തിയില്. അതിൽ TGT ആൻഡ് PGT 126 വേക്കൻസി, കട്ട് ഓഫ് 70 to 74 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്താം മുൻപത്തെ എക്സാമിനെ അപേക്ഷിച്ച്. ഓക്കെ, അടുത്തത് കാശ്മീരില് രണ്ടുമില്ല, 0 ആണ് കാശ്മീർ സോണില്. അടുത്തത് കൊൽക്കത്ത നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൊൽക്കത്തയില് 83 ടോട്ടല് 83 വേക്കൻസിയാണ്. PRT-യില് 7 വേക്കൻസി, കട്ട് ഓഫ് റേഞ്ച് 74, 78 റേഞ്ച് ആണ്. ബാക്കി TGT ആൻഡ് PGT 76 വേക്കൻസി, കട്ട് ഓഫ് റേഞ്ച് 71 to 77 ആണ്. 71 to 77 റേഞ്ച് ആണ്. ഇനി അതുപോലെ തന്നെ കൊൽക്കത്തയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു സോൺ ആണ് മാൽഡ എന്ന് പറയുന്നത്. മാൽഡയിലേക്ക് വരുമ്പോഴത്തേക്ക് മൊത്തം 48 വേക്കന്റ് ആണ്. 48 വേക്കൻസിയാണ്. PRT 6, അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 74 to 78 ആണ് മാൽഡ എന്ന് പറയുന്നത്. TGT PGT ടോട്ടൽ 42 വേക്കൻസിയാണ്. എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 69, 74 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 70 എബോവ് നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം മൊത്തത്തിൽ ടോട്ടലായിട്ട്. ഓക്കെ, അടുത്ത മുംബൈയിലേക്ക് വരുമ്പോഴത്തേക്ക് ടോട്ടൽ ആയിട്ടുള്ള വേക്കൻസി എണ്ണം 58, PRT എന്നുള്ള 33, കട്ട് ഓഫ് എന്ന് പറയുന്നത് 71 to 75, TGT PGT 25, പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് TGT PGT 70, 73 ആണ് TGT PGT-യുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാട്നയിലേക്ക് വരുമ്പോഴത്തേക്ക് പാട്നയില് മൊത്തത്തിലുള്ള വേക്കന്റ് എന്ന് പറയുന്നത് 42 ആണ്. 42, PRT അവിടെ ഇല്ല. ഓക്കെ, ആ ടോട്ടൽ 42 വേക്കൻസിയും TGT ആൻഡ് PGT ആണ്. പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് 69, 74 ആണ്. 69, 74 ആണ്. അടുത്ത പ്രയാഗ്രാജിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കന്റ് ഉള്ള സ്ഥലം അല്ലെ, പ്രയാഗ്രാജിലേക്ക് വരുമ്പോൾ ടോട്ടൽ 79 വേക്കൻസി ആണ്. അതില് 17 വേക്കൻസി PRT, 74 to 78 ആണ് കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. TGT PGT 62 വേക്കൻസി, എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 71, 76 റേഞ്ച് ആണ് പ്രയാഗ്രാജിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ കണ്ട ഒരു റേഞ്ച്, കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾ PRT എന്നോ TGT എന്നോ അഥവാ PGT എന്നോ നോക്കാതെ ടോട്ടൽ എപ്പോഴും ഒരു 70+ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സിമ്പിൾ ആയിട്ട് പറ്റും നിങ്ങളെ കൊണ്ടത്. കാരണം പഠിക്കുന്നവരെ കൊണ്ട് ഒരുവിധം നോക്കുന്നവരെ കൊണ്ട് സിമ്പിൾ ആയിട്ട് പറ്റും. നമ്മൾ പ്രൊഫഷണാലിറ്റി മാത്രം നല്ല വൃത്തിയായിട്ട് നോക്കുക. ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ടുള്ള മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിങ്, കറണ്ട് അഫയേഴ്സ്, GS, അതുപോലെ ജനറൽ സയൻസ്. ഓക്കെ, അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ജനറൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പം ആ സയൻസിൽ കുറച്ച് ബാക്ക് ആയിട്ടുള്ളവര് നന്നായിട്ട് സയൻസ് സബ്ജക്ട് നോക്കാൻ തുടങ്ങുക. ഓക്കെ, ബാക്കി ജനറൽ അവയർനെസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് നോക്കിയെടുക്കാവുന്നതുള്ളൂ. സയൻസ് നമ്മൾ +1, +2 ലെവൽ വരെയെങ്കിലും PGT-ക്കാർ പഠിച്ചിരിക്കണം. നമ്മൾ ഒരു 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി കുറച്ച് നോക്കിയിരിക്കണം. ഓക്കെ, നമ്മൾ എല്ലാം എടുക്കാൻ നമുക്ക് thoroughly ഫുള്ള് നോക്കിപ്പോകാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നമ്മൾ നോക്കിപ്പോവും. ഓക്കെ, അപ്പം ഒരു കാരണവശാൽ നിങ്ങൾ ഡൗൺ ആകരുത്. അപ്പ് ചെയ്യുക. സമയം ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, സമയം ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒന്നുകൂടെ ഞാനിത് പറയുന്നു, നമ്മുടെ 6 2024 എന്ന് പറയുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റിന്റെ CBT എക്സാം ഡേറ്റ് ഓഗസ്റ്റ് 7 ആരംഭിച്ച് 8th സെപ്റ്റംബറിലാണ് തീരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ എക്സാം ഉണ്ടാകത്തുള്ളൂ. അത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പഠിക്കാനായിട്ട് തീരുമാനിക്കുക. പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് നമ്മുടെ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാനായിട്ട് തന്നിരിക്കുന്ന നോട്ട്സുകൾ, കാര്യങ്ങൾ, ക്ലാസ്സുകളെല്ലാം പരമാവധി കണ്ടു തീർക്കുക. ഇനി ഒരുപാട് അപ്ഡേഷൻസ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പം ബാലൻസ് ഇടാതെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളോട് RRB ടീച്ചർ എക്സാമിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ RRB ടീച്ചറിന് പഠിക്കുന്നവരെ കൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതില് CTET ഉള്ളവർ, ഇതിൽ CTET കേട്ടിട്ട് അപേക്ഷിക്കാമായിരുന്നു. ഇതില് CTET ഉള്ളവർക്ക് KVS-ലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വളരെ കുറച്ച് പഠിച്ചാൽ മതിയാകും. കാരണം ഇതിൽ ഒരുപാട് പഠിക്കുന്നുണ്ട്. നമ്മള് പ്രൊഫഷണബിലിറ്റി എന്നുള്ള ലെവൽ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. അത് അങ്ങോട്ടേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് എടുത്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പലർക്കും ഞാൻ KVS-നെ കുറിച്ച്, KVS-ന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങളത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ KBS ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. 35 വീഡിയോസ് അതിൽ കിടപ്പുണ്ട്. അതിൽ കറക്റ്റ് KBSന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തവർക്ക് ഒന്നും കൂടെ വേണ്ടി ഒരു കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞു പോവാം. KBSന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PRT അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി, പ്രൈമറി ടീച്ചർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് DLED വേണം. അതുപോലെ തന്നെ CTET, DLED, CTET 1 ആണ് വേണ്ടത്. ഇനി TGT അപ്ലൈ ചെയ്യുന്നതിന് B.Ed പ്ലസ് CTET 2 ആണ് വേണ്ടത്. PGT അപ്ലൈ ചെയ്യുന്നതിന് ഇതൊന്നും തന്നെ വേണ്ട. ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രം മതി. 50% മാർക്ക് വേണമെന്നേ ഉള്ളൂ. ബാക്കി റിസർവേഷൻ കാറ്റഗറിക്ക് അതിൽ കുറവുണ്ടായിരിക്കും. 50% കുറവ് മതി, 3-4% കുറവ് മതി. ഇനി ഇതിലൊരു കാര്യം ഓർക്കേണ്ടത്, PRTയുടെ ജനറൽ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സ്, TGTയുടെ ജനറൽ ഏജ് എന്ന് പറയുന്നത് 35, PGTയുടെ 40 വയസ്സ്. ഇത് ജനറൽ ഏജ് ആണ്. ഇതില് OBC-കാർക്ക്, SC/ST-കാർക്ക്, OBC-കാർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ, SC-കാർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് നോംസ് അനുസരിച്ച്. ഇത് കൂടാതെ ഇതില് PRT TGT ഇതിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ ലേഡീസിന്, പെൺകുട്ടികൾക്ക്, ഗേൾസിന് ടോട്ടൽ സെൻട്രൽ ഗവൺമെന്റ് നോംസ് അനുസരിച്ച് 10 ഇയർ റിലാക്സേഷൻ ഉണ്ട്. 10 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PRT എഴുതുന്ന ഒരു ഗേൾ ആണെങ്കിൽ 30 വരെ 40 വയസ്സ് വരെ എഴുതാം. അയാൾ ഒരു OBC കൂടെ ആണെങ്കിൽ 43, അയാൾ ഒരു SC ആണെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അങ്ങനെ TGT ആണെങ്കിൽ 45, 3, 48 അല്ലെങ്കിൽ 51 അങ്ങനെ. ഓക്കെ, അപ്പൊ ഗേൾസിന് 10 വർഷം വരെ റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ആരും പേടിക്കണ്ട. PSCയുടെ ഏജ് കഴിഞ്ഞവര്, വിഷമിച്ചിരിക്കുന്നവര്, PSC എഴുതാൻ പറ്റാത്തവര്, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇപ്പോഴേ തുടങ്ങിയാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ SCRT ഒക്കെ തുടങ്ങിയാൽ മതി. തീർച്ചയായും ഹിന്ദി, ഇംഗ്ലീഷ് ഒന്നും കണ്ട് പേടിക്കാതിരിക്കുക. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളിലേക്ക് വന്നോളും. വളരെ 10 മാർക്കിനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹിന്ദി എക്സാംസ്. ബാക്കി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞൂടാ എന്നുള്ള വേവലാതികളൊന്നും പറയേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങുക, പിന്നെ എക്സാം വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക, പിന്നെ നന്നായിട്ട് എക്സാം എഴുതുക. അത് കഴിഞ്ഞിട്ടില്ലേ ബാക്കി ഇന്റർവ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നോക്കി നിങ്ങൾ പോവുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത്, ഇതിൽ തന്നെ ഉള്ളവർക്ക് മീൻസ് ഇപ്പൊ HSA പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, HSST എക്സാം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക്, HST എഴുതാൻ പോകുന്നവർക്ക് ഒക്കെ, PG B.Ed മാത്രമുള്ളവർക്കൊക്കെ PGT അപ്ലൈ ചെയ്യാം KBSന്റെ. അതുപോലെ CTET ഉള്ളവർക്ക് എല്ലാം തന്നെ PRTയും TGT അപ്ലൈ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയും കൂടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ HSAയും HSST ഒക്കെ എഴുതുന്നതിന്റെ ഒരു 1% നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 2026 അവസാനത്തോടു കൂടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയിലെ, KVSലോ, റെയിൽവേയിലോ, EMRSലോ, AESലോ, ഏതെങ്കിലും DSSPയിലോ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിങ്ങൾക്കൊരു ടീച്ചറായിട്ട് ഹൈ സാലറി, എബോവ് 1 lakh സാലറിയോട് കൂടി കയറാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ചടഞ്ഞുകൂടി മൂഡ് ഓഫ് ആയിട്ടിരിക്കാതെ പഠനം തുടരുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അപ്പൊ ഡേറ്റ് ഉണ്ടെന്ന് വിളിച്ച് വീണ്ടും ഉഴപ്പരുത്. ഓക്കെ, ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും ക്ലാസ്സും കാര്യങ്ങളിലൊക്കെ ഉടനെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ചെയ്ത് തരാം. ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.